കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസാണ് പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ മാസമാണ് അന്നൂസ് റോഷൻ 21കാരൻ അന്നൂസ് റോഷനെ 7 സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോയത്. ഈ തട്ടിക്കൊണ്ടുപോയവരിൽ ആദ്യം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ലാത്തവരാണ് എന്നുള്ളത് നേരത്തെ തന്നെ കൊടുവള്ളി പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കേസിലെ പ്രധാന കണ്ണികളായിട്ടുള്ള 3 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ലുക്കൌട്ട് നോട്ടീസിലെ മൂന്നാം പ്രതി നിയാസിനെയാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നും കൊടുവള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്ന വഴിയാണ് നിയാസിനെ പോലീസ് പിടികൂടിയത്. പോലീസ് നിയാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇപ്പോൾ നാലാമത്തെ ആളെയാണ് ഇപ്പോൾ നിയാസ് കൂടെ ചേർത്ത് നാലാമത്തെ ആളാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുന്നത്. ഈ നിയാസ് ആണ് ഈ കാറിനോടൊപ്പം മറ്റ് ബൈക്കുകളിലെത്തി അന്നൂസ് റോഷന്റെ വീട്ടിലെത്തി അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടു പോയത്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മലുമായി ഇതുവരെയായിട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴി രേഖപ്പെടുത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് അജ്മൽ കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. എങ്കിൽ പോലും മറ്റ് 3 പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികൾ ബാക്കിയുള്ള പ്രതികളെല്ലാം തന്നെ കർണാടക കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് നിയാസിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യും. തുടർന്ന് മറ്റ് നടപടികളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ വിശദമായി നിയാസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവർ ഈ അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയി പണം ചോദിക്കാനാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. തുടർന്ന് കൂടുതൽ വിശദമായ നിയാസിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേസിന് വ്യക്തമായൊരു വിവരം ലഭിക്കുകയുള്ളൂ. ആതിര. ശരി അഭിന, കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസ് ആണ് പിടിയിലായത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിലെ കൂടുതൽ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. കാക്കനാട് ഭാഗത്തേക്കുള്ള 5 സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ ക്ഷണിച്ചു. പാലാരിവട്ടം ജംഗ്ഷൻ, ആലിൻചുവട്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകൾ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത്. ജൂൺ 25 വരെ ടെൻഡർ സമർപ്പിക്കാം. 57.66 കോടി രൂപയാണ് 5 സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിന് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, KMRL ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയാണ് നിർമ്മാണം.